ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു വാൾ ഡെക്കർ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അതിൽ എന്ത് വേണമെച്ചാലും ഹാങ് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ. എന്ത് സാധനം എടുക്കും എന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഈ ഒരു കാർഡ്ബോർഡ് പെട്ടി ഓർമ്മ വന്നത്. തക്കുടുവിൻ്റെ പാമ്പേഴ്സാണ് കേട്ടോ ഇതിലാണ് അവളുടെ കളിപ്പാട്ടൊക്കെ എടുത്തേക്കുക. അപ്പോൾ ഇതിന് ഒരു കാർഡ്ബോർഡ് പീസ് ഞാൻ എടുത്തു. സോ ആ കാർഡ്ബോർഡ് പീസിൽ നമ്മളൊരു ഹാർട്ട് വരച്ച് കൊടുക്കാം. എന്നിട്ടിപ്പോൾ എന്താ അത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഹാർട്ട് ഷേപ്പ് എന്നുള്ളത് നമ്മൾ പേപ്പറിലേക്ക് ഇങ്ങനെ പകർത്താം. അപ്പോൾ അതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒട്ടിക്കാം. ഗ്ലൂ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സെലോ ടാപ്പിലൊക്കെ ഒട്ടിച്ചത് കേട്ടോ. അപ്പോൾ എനിക്കൊരു സംശയം, പാളിപ്പോയോന്ന്. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ കൂടെ ഒരു പേപ്പറും കൂടി ഒട്ടിച്ച് കൊടുത്തിട്ട് അതിൽ ഞാൻ കുറച്ച് ഡിസൈനൊക്കെ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ബാക്കി വന്ന പേപ്പർ കൊണ്ടാണ് നമ്മൾ ബോക്സ് ഉണ്ടാക്കുന്നത്. ബോക്സിനൊരു ചെറിയ റെക്ടാങ്കിളൊക്കെ വരച്ച് കൊടുത്തിട്ട് അത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിൻ്റെ ശേഷം അതിന് വൈറ്റ് പേപ്പർ വെച്ച് റാപ്പ് ചെയ്യാം. എന്നിട്ട് എന്താ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എൻ്റെ ഈ ബ്ലാക്ക് കളർന്ന്. അപ്പോൾ അതൊന്നുമില്ല, ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുത്തതാണ്. അത് എങ്ങനെ ചെയ്തു എന്നാണ് ഞാൻ ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ആ പേപ്പറിനായിട്ട് ഞാൻ വേറെ പേപ്പർ കൊണ്ട് കാണിച്ചു തരാണ് ജസ്റ്റ്. അപ്പോൾ ഞാൻ ആ പേപ്പറിൽ ഇതേപോലെ സെലോ ടാപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഇതേപോലെ കളർ ചെയ്യാണ് ചെയ്തത്. ഇങ്ങനെ കളർ കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെ കൂടെ വേറെ സെലോ ടാപ്പ് ഒട്ടിച്ചിട്ട് ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെലോ ടാപ്പ് അതിൻ്റെ മേലെ കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ആ സാധനം വെക്കുമ്പോൾ ആ ഏത് ഐറ്റമാണ് വെക്കുന്നത് അതിൽ കളർ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരെണ്ണം കൂടി നമുക്ക് വെക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഇതും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈയൊരു പരിവായിട്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുണ്ട് സാധനം കളിക്കില്ലേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.